എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 236 മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. എന്താണ് ചോദ്യം? പ്രൂവ് ദാറ്റ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 3, 5, 9, 13, 10, 6 ഈസ് ഐസോസെലസ്. അതായത് നമുക്കൊരു ത്രികോണം, ആ ത്രികോണത്തിന്റെ 3 മൂലകളിലെയും കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അത് ഒരു സമപാർശ്വ ത്രികോണമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. മാത്രമല്ല കാൽക്കുലേറ്റ് ഇസ് ഏരിയ, അതിൻ്റെ ഏരിയ കൂടി നമ്മളോട്, പരപ്പളവ് കൂടി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 3 കോർണറുകൾ, 3 മൂലകളിൽ എന്ത് തന്നിട്ടുണ്ട്? കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, സൂചക സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സമപാർശ്വ ത്രികോണമാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒരു സമപാർശ്വ ത്രികോണമാണെങ്കിൽ അതിൻ്റെ 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ, ഇവിടെ നമുക്ക് ഏത് വശങ്ങളാണ് ഈക്വൽ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒരു പേരുകൾ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ A, B, C എന്ന് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 2 വശമാണോ ഈക്വൽ, ഈ 2 വശമാണോ ഈക്വൽ, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം എന്ത് ചെയ്തു, ഒരു പേര് അങ്ങോട്ട് കൊടുത്തു. ഇനി നമുക്ക് 3 മൂലകളിലെ കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 3, 5 കൊടുക്കാം. അപ്പോൾ 3, 5. അടുത്തേതാണ് 9, 13. ഓക്കെ, അടുത്ത നമുക്ക് എത്രയാണ്? 10, 6 അല്ലേ. അപ്പോൾ 10, 6. ഓക്കെ, അപ്പോൾ ഇതാണ് 3 മൂലകളിലെ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് ആദ്യം ചെയ്യണം, നമുക്കിത് സമപാർശ്വ ത്രികോണമാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഈ 3 വശങ്ങളുടെ നീളങ്ങൾ കിട്ടണം. അപ്പോൾ നീളങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും 2 വശം ഈക്വലാണെങ്കിൽ നമുക്ക് പറയാം ഇത് സമപാർശ്വ ത്രികോണമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നാം ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ഈ AB എന്ന് പറഞ്ഞ നീളം കണ്ടുപിടിക്കുക, പിന്നെ BC കണ്ടുപിടിക്കുക, AC കണ്ടുപിടിക്കുക. ഈ 3 വശങ്ങളിൽ ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമാണോ എന്ന് നോക്കുക. തുല്യമാണെങ്കിൽ അത് സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഓരോ വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് AB അല്ലേ, AB എന്ന വശത്തിന്റെ നീളം എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, AB അല്ലേ, ABയുടെ നീളം കണ്ടുപിടിക്കാൻ പോണ്. അപ്പോൾ നമുക്കറിയാം അതിന്റെ കോർഡിനേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? റൂട്ട് ഓഫ്, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? x2 മൈനസ് x1 അല്ലേ, x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1, ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഓരോന്നും കൂടി കൊടുത്തു നോക്കാം. റൂട്ട് ഓഫ് x2 മൈനസ് x1 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് x1 y1 ആക്കി എടുക്കാം. ഇത് x2 y2. അങ്ങനെയാണെങ്കിൽ x2 മൈനസ് x1 അല്ലേ. അപ്പോൾ ഇത് x2 9 മൈനസ് 3. അപ്പോൾ 9 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 13, y1 5 അല്ലേ. അപ്പോൾ 13 മൈനസ് 5 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? സീക്വൽ ടു 9 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 6ന്റെ സ്ക്വയർ പ്ലസ് 13 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലേ. അപ്പോൾ 8ന്റെ സ്ക്വയർ എത്ര വരും? റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36 പ്ലസ് 8ന്റെ സ്ക്വയർ 64 അല്ലേ. നമുക്കെന്ത് കിട്ടി? റൂട്ട് ഓഫ് 100 എന്ന് കിട്ടി, സീക്വൽ ടു 10 അല്ലേ. അപ്പോൾ ABയുടെ ലെങ്ത് നമുക്ക് കിട്ടി 10. അപ്പോൾ അതവിടെ എടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് BC കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ നമുക്ക് BC കണ്ടുപിടിക്കാം അല്ലേ. BCയുടെ ലെങ്ത് നമുക്ക് കിട്ടണം. BC ഈക്വൽ ടു റൂട്ട് ഓഫ്, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ 10 മൈനസ് 9 ഹോൾ സ്ക്വയർ അല്ലേ. 10 മൈനസ് 9 ഹോൾ സ്ക്വയർ പ്ലസ് ഇനി y 6 മൈനസ് 13 അല്ലേ. 6 മൈനസ് 13 ഹോൾ സ്ക്വയർ. ഇപ്പോൾ എന്ത് വരും? ഈക്വൽ ടു റൂട്ട് ഓഫ് 10 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് 6 മൈനസ് 13 എത്രയാണ്? മൈനസ് 7 അല്ലേ. അപ്പോൾ മൈനസ് 7, നെഗറ്റീവ് 7ന്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും നമുക്ക്? റൂട്ട് ഓഫ് 1ന്റെ സ്ക്വയർ 1 തന്നെ പ്ലസ് മൈനസ് 7ന്റെ സ്ക്വയർ 49 തന്നെ അല്ലേ, 49. ഇത് നമുക്ക് കിട്ടി റൂട്ട് 1 പ്ലസ് 49 എന്ന് പറഞ്ഞാൽ റൂട്ട് 50 അല്ലേ. ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ടെങ്കിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ BCയുടെ നീളം നമുക്ക് കിട്ടി റൂട്ട് 50 അല്ലേ. അപ്പോൾ ഇവിടുത്തെ നീളം കിട്ടി, ഈ നീളം കിട്ടി. ഇനി നമുക്ക് AC കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ AC ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? ACയുടെ നീളമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് x1, ഇത് നമുക്ക് x2 എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുത്താൽ, എങ്ങനെ എടുത്താലും വ്യത്യാസമില്ല അല്ലേ. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇത് നമ്മൾ x1 എടുക്കുകയാണെങ്കിൽ 10 മൈനസ് 3. അപ്പോൾ 10 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 5 അല്ലേ. 6 മൈനസ് 5 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ്
10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 7. 7 സ്ക്വയർ പ്ലസ് 6 മൈനസ് 5 1 സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? റൂട്ട് ഓഫ് 7ന്റെ സ്ക്വയർ 49 പ്ലസ് 1ന്റെ സ്ക്വയർ 1 ഈക്വൽ ടു റൂട്ട് 49 പ്ലസ് 1 50. അപ്പോൾ നമുക്ക് എ സിയുടെ നീളവും കിട്ടി. എത്രയാണ്? റൂട്ട് 50 അല്ലേ. ഇനി 3 വശങ്ങളുടെ കിട്ടിയ നീളം നോക്കിയാൽ എ ബി 10 അല്ലേ. അപ്പോൾ എ ബി നമുക്ക് കിട്ടി 10 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി ബി സി റൂട്ട് 50 അല്ലേ. ബി സി നമുക്ക് കിട്ടി റൂട്ട് 50. ഇതും റൂട്ട് 50 അല്ലേ. അതായത് പേരക്കുറെ നമ്മൾ വരച്ച അതേ രീതിയിൽ തന്നെയാണ് കിട്ടിയത് അല്ലേ. അതായത് ഈ 2 വശങ്ങൾ എന്താണ്? ഈ 2 വശങ്ങളും ഈക്വൽ ആണ് അല്ലേ. അങ്ങനെ റൂട്ട് 50 അതിന്റെ നീളങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്. അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? സിൻസ് 2 sides അല്ലേ, 2 sides are equal. 2 sides are equal. അതായത് 2 വശങ്ങളുടെ നീളങ്ങൾ തുല്യമായതുകൊണ്ട് അല്ലേ. ബ്രാക്കറ്റിൽ എത്രയാണ്? അതിന്റെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ നീളം എഴുതി എത്രയാണ്? റൂട്ട് 50 അല്ലേ. 2 വശങ്ങൾ നീളം നമുക്ക് റൂട്ട് 50 ആണ് കിട്ടിയത്. അപ്പൊ സിൻസ് 2 sides are equal, it is an isosceles triangle. Isosceles triangle. അതായത് ഈ ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളങ്ങൾ തുല്യമായതുകൊണ്ട് അല്ലേ. അത് എത്രയാണ്? റൂട്ട് 50 വെച്ചിട്ട് അല്ലേ. തുല്യമായതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് നമ്മുടെ ഉത്തരം കഴിഞ്ഞു അല്ലേ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ഏരിയ കിട്ടണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അതായത് അര ഇൻറ്റു ബേസ് അല്ലേ. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഇതാണ് ബേസ്. അല്ലെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇതെടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എച്ച് കിട്ടണം. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബേസ് ഏതാണ് എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് മൂല, അതിൽ നിന്ന് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച് അല്ലേ. പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ നീളം കിട്ടണമല്ലോ അല്ലേ. ഇതിന്റെ നീളം കിട്ടണം. ഇതാണ് നമ്മുടെ ആവശ്യം. ഇതാണ് എച്ച്. നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നീളം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സമപാർശ്വ ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? അതിന്റെ നോക്കിയാൽ 2 വശങ്ങൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ 2 വശങ്ങൾ ഈക്വലായ 2 വശങ്ങൾ കൂടിച്ചേരുന്ന മൂലയാണല്ലോ ഇത് അല്ലെ. ഈക്വലായ ശ്രദ്ധിക്കുക, ഈക്വലായ 2 വശങ്ങൾ കൂടിച്ചേരുന്ന മൂലയാണിത്. അപ്പൊ ഈ മൂലയിൽ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റുള്ള വശത്തിലേക്ക് നാം ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, അതായത് ലംബം വരയ്ക്കുകയാണെങ്കിൽ, ആ ലംബം ഈ വശത്തെ എന്ത് ചെയ്യും? ഈ വശത്തെ സമഭാഗം ചെയ്യും. അതായത് ബൈസെക്ട് ചെയ്യും. മനസ്സിലായോ? അതാണ് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ വശത്തേക്കുള്ള ലംബമാണ് എച്ച് അല്ലെ, പെർപെൻഡിക്കുലർ ആണ് എച്ച്. അപ്പൊ ഈ എച്ച് ഈ വശത്തിനെ എന്ത് ചെയ്യും? ഇതിനെ ബൈസെക്ട് ചെയ്യും, തുല്യമായി ഭാഗിക്കും. അതായത് ഈ എ സി എ ബി എന്ന് പറഞ്ഞ വശത്തിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഇത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഈ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എച്ച് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് അല്ലെ, ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് കിട്ടി. ഇനി അതേ സമയം നോക്കിയാൽ ഇപ്പൊ നമ്മൾ ഇതാണ് ബേസ് ആക്കി എടുത്തെന്ന് വിചാരിക്കുക. നമുക്ക് ബേസ് ഏത് വേണമെങ്കിലും എടുക്കാം അല്ലെ, അതിലൊരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ബേസ് ആക്കി എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ എച്ച് ഏതായിരിക്കും? ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ പെർപെൻഡിക്കുലർ എവിടെയായിരിക്കും മുട്ടുക? ഇങ്ങനെ പോയിട്ട് ഇവിടെ ആയിരിക്കും പെർപെൻഡിക്കുലർ മുട്ടുക. അപ്പൊ നമുക്ക് എച്ചിന്റെ നീളം കിട്ടുക എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു മാർഗ്ഗമില്ല കണ്ടുപിടിക്കാൻ അല്ലേ. കാരണം എന്താ? ഇത് മിഡ് പോയിന്റ് അല്ല. അപ്പൊ നമുക്ക് ഇവിടെ മിഡ് പോയിന്റ് എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതേപോലത്തെ ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും ഈ തുല്യമല്ലാത്ത വശം അല്ല, തുല്യമല്ലാത്ത വശം ബേസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇതിനെ ബൈസെക്ട് ചെയ്യും, തുല്യമായി ഭാഗിക്കും. അപ്പൊ നമുക്കിവിടെ എച്ച് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിവിടെ എച്ച് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ആദ്യം ഇവിടുത്തെ കോർഡിനേറ്റ് കിട്ടണം അല്ലേ. അപ്പൊ അതായത് എ ബിയുടെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ മിഡ് പോയിന്റ്, എ ബിയുടെ മിഡ് പോയിന്റ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ത് വരും? മിഡ് പോയിന്റ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അതിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെ വരാം നമുക്കറിയാം അല്ലേ. 3 + 9/2 അല്ലെ. 3 + 9/2
അപ്പം 3+9/2 ഇതാണ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരാം. ഇനി വൈ കോർഡിനേറ്റോ ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ 5+13/2 5+13/2. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് കിട്ടും? 3+9 എന്ന് പറഞ്ഞാൽ 12 12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 അല്ലേ. അപ്പോൾ 6 ഇവിടെ 5ഉം 13ഉം 18 18/2 9. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് മിഡ് പോയിന്റ് നമുക്ക് കിട്ടി 6 9. ഇനി നമുക്ക് എളുപ്പത്തിൽ എച്ച് കണ്ടുപിടിക്കാമല്ലോ. എച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എന്താണ് ഈ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് കിട്ടി അല്ലേ. അപ്പോൾ എച്ച് = എച്ച് എന്ത് വരും നോക്കിയാൽ. അപ്പോൾ ഇതാണ് എച്ച് അല്ലേ, ഇതാണ് എച്ച്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അപ്പോൾ എന്തായിരിക്കും ഡിസ്റ്റൻസ്? നമ്മൾ ഇവിടെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ അല്ലേ, √. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത് ഇവിടെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 6 9 ഇവിടെ 10 6 അല്ലേ. അപ്പോൾ അതായത് 10 - 6 √(x2 - x1) അല്ലേ. 10 - 6 നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ, x2 ആയിട്ട് x1 ആയിട്ട് ഏത് വേണമെങ്കിലും എടുക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ 10 - 6² പ്ലസ് ഇനി y2 - y1² അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം 10 അല്ലേ എടുത്തത്, 10 - 6 ആണ്. അങ്ങനെയാണെങ്കിൽ 6 - 9 6 - 9². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √10 - 6 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 6 - 9 എന്ന് പറഞ്ഞാൽ -3 അല്ലേ. -3ന്റെ സ്ക്വയർ √. എന്ത് വരും? 4ന്റെ സ്ക്വയർ 16 പ്ലസ് -3ന്റെ അല്ലേ, 3ന്റെ സ്ക്വയർ എത്രയാണ്? 3 × 3 9 √16 + 9 25. അതായത് 5 ആണ് ഇതിൻ്റെ എച്ച്. അപ്പോൾ എച്ച് കിട്ടിയാലോ? കിട്ടി. ബേസ് കിട്ടിയിട്ടുണ്ടല്ലോ. എത്രയാണ് ബേസ്? 10 അല്ലേ. 10 കിട്ടി. ഇവിടെ നമുക്ക് 5 കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാലോ. ഏരിയ = ½ BH അല്ലേ. ½ × B ബേസ് 10 10 × H കിട്ടി നമുക്ക് 5 അല്ലേ, 5 സെൻറ്റിമീറ്റർ. 5 എന്ത് വരും? 10ൽ 2 5 പ്രാവശ്യം അല്ലേ. 5 × 5 25. അപ്പോൾ നമുക്ക് 25 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. ഇതാണ് ഈ ത്രികോണത്തിൻ്റെ ഏരിയ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. The center of a circle is 1 2 and the point on it 3 5. Find the coordinates of the other end of the diameter through this point. അതായത് ഒരു സർക്കിള്, ആ സർക്കിളിന്റെ സെന്റർ അല്ലെ, വൃത്തത്തിന്റെ കേന്ദ്രം, അതിന്റെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 2. പിന്നെയോ ഈ സർക്കിളിലെ ഒരു പോയിന്റ് അല്ലെ, ഈ സർക്കിൾ ഏതോ ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 3 5. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ സെന്റർ, സർക്കിളിലെ സെന്ററിലെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. സർക്കിൾ ഏതോ ഒരു പോയിന്റ്, അവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 5. അപ്പൊ 2 കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി അതർ എൻഡ് ഓഫ് ദി ഡയമീറ്റർ ത്രൂ ദിസ് പോയിന്റ്. അതായത് ഈ പറഞ്ഞ ഈ പോയിന്റ്, ഈ ബിന്ദുവിലൂടെയുള്ള വ്യാസം അല്ലെ, അതായത് ഡയമീറ്റർ. അപ്പൊ ഈ ബിന്ദുവിലൂടെ നാം ഒരു ഡയമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ മറ്റേ എൻഡ്, ആ എൻഡിന്റെ കോർഡിനേറ്റ് ഏതായിരിക്കും? ഇതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യും? നമ്മളൊരു സർക്കിൾ വരച്ചു. ഇനി സർക്കിൾ വരച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള കോർഡിനേറ്റ് അല്ലേ, ഇവിടെ നമുക്ക് 1 2 എന്ന് തന്നിട്ടുണ്ട്. ഇത് കോർഡിനേറ്റ് 1 2. ഇനി സർക്കിൾ എവിടെയോ ഉള്ളൊരു പോയിന്റ് അല്ലേ, അപ്പൊ നമുക്ക് ഈ പോയിന്റ് എടുത്ത് വിചാരിക്കാം. എവിടെയാണെങ്കിൽ പോയിന്റ് എടുത്തോ, ഇവിടെ പോയിന്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 5 അല്ലേ. അപ്പൊ ഇത് നമുക്ക് 3 5. ഓക്കെ, ഇനി എന്താണ് പറ്റുള്ളത്? ഈ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഡയ അല്ലേ. അപ്പൊ ഈ പോയിന്റ് ഉൾപ്പെടുന്ന ഡയ എന്ന് പറഞ്ഞാൽ ഇത് ഈ പോയിന്റ്, ഇത് നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം അല്ലേ. അപ്പൊ കേന്ദ്രത്തിലൂടെ കടന്നു പോയാലല്ലേ ഡയ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് കേന്ദ്രത്തിൽ കൂടി കടന്നു പോയിട്ട് ഇങ്ങനെ മുട്ടിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അവിടുത്തെ കോർഡിനേറ്റ് ഏതാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം, ഇവ തമ്മിൽ ഒന്നും കൂടി മുട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ പോയിന്റിന്, ഇപ്പൊ ഇത് സർക്കിളിന്റെ ഡയമീറ്റർ ആണല്ലോ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഏതായിരിക്കും? സൂചക സംഖ്യകൾ ഏതായിരിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇത് നോക്കിയാൽ വളരെ ഈസി ആയ ചോദ്യമാണ് അല്ലേ. കാരണം നമുക്കറിയാം ഇത് ഡയമീറ്റർ അല്ലേ, ഇത് ഡയമീറ്റർ ആണ്, അതായത് വ്യാസമാണ്. അപ്പൊ വ്യാസത്തിന്റെ നമുക്ക് വൃത്തത്തിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സൈഡ് അല്ലേ, വൃത്തത്തിലെ ഈ അറ്റത്തെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് സെന്റർ അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉള്ള ഡിസ്റ്റൻസ് തുല്യമായിരിക്കുമല്ലോ നമുക്കറിയാം അല്ലെ. അതായത് ഇതിന്റെ ഈ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണിത്. ശരിയല്ലേ? ഈ ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണിത്. ഓക്കെ, ഈ പോയിന്റ് നമുക്കറിയാം, ഈ പോയിന്റ് അറിയില്ല, മിഡ് പോയിന്റ് നമുക്കറിയാം അല്ലെ.
അപ്പോൾ നമുക്ക് എങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? ഇപ്പം മിഡ് പോയിന്റ് ഇപ്പം രണ്ട് കോർഡിനേറ്റ് ഒരു ലൈനിൻ്റെ രണ്ടറ്റത്തെ കോർഡിനേറ്റ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? മിഡ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയാണ്? x1 പ്ലസ് x2 അല്ലേ ബൈ 2 അല്ലേ? x1 പ്ലസ് x2 ബൈ 2 പിന്നെയോ y1 പ്ലസ് y2 ബൈ 2 അല്ലേ? ഇതായിരിക്കും രണ്ട് കോർഡിനേറ്റ്സ്. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ മിഡ് പോയിന്റ് അറിയാം അല്ലേ? മിഡ് പോയിന്റിന് കോർഡിനേറ്റ്സ് നമുക്ക് അറിയാം. ഇത് നമുക്കറിയില്ല അല്ലേ? ഇപ്പം നമുക്ക് ഒരു പണിയാം. തൽക്കാലം നമുക്ക് ഇവിടെ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സും വൈ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എന്താണ് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്? 1, 2 അല്ലേ? അപ്പോൾ ഇവിടെ മിഡ് പോയിന്റിന്റെ പകരം നമുക്ക് 1, 2 എന്ന് കൊടുക്കാമല്ലോ. ഇതല്ലേ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് അല്ലേ? ഓക്കെ, ഈക്വൽ ടു എന്ത് വരും? x1 പ്ലസ് x2, ഇവിടെ x1 പ്ലസ് x2 അല്ലേ? x1ഉം x2ഉം തമ്മിൽ കൂട്ടണം. x1 x2ന് പകരം xഉം 3 കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് രണ്ടും കൂട്ടേണ്ടി വരും? xഉം 3ഉം തമ്മിൽ കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്കിവിടെ x പ്ലസ് 3 എന്ന് എഴുതാം. അതായത് x1 പ്ലസ് x2ന് പകരം ഇവിടെ x, ഇവിടെ 3 അല്ലേ? അപ്പോൾ നമ്മൾ x പ്ലസ് 3 എന്ന് എഴുതി ബൈ 2 അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ y1 പ്ലസ് y2 ബൈ 2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ y1 അല്ലേ? y1 എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ഇവിടെ y ആണ്, ഇവിടെ y2 എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ y-ഉം 5ഉം തമ്മിൽ കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ y പ്ലസ് 5 ബൈ 2. ഇത് മനസ്സിലായില്ലേ? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2 ആണ്. മിഡ് പോയിന്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് 1, 2 തന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് നമ്മൾ ഇവിടെ എഴുതി. ഇനി x1 പ്ലസ് x2 ബൈ 2ന് പകരം എന്താണ്? ഇവിടെ നമ്മൾ x1ഉം y1ഉം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കറിയില്ല അല്ലേ? ഇത് നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് x1 y1ഉം കൊടുത്തു. ഇനി നമുക്ക് x1 പ്ലസ് x2 ബൈ 2ന് പകരം എന്തെന്ന് എഴുതാം? ഇവിടുത്തെ ആദ്യത്തെ എക്സിന്റെ കോർഡിനേറ്റ് x ആണ്, x2ന്റെ കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ നമ്മൾ x പ്ലസ് 3 ബൈ 2 എന്ന് എഴുതി. പിന്നെ ഇവിടെയാണെങ്കിലോ y2 പ്ലസ് y1 പ്ലസ് y2 ബൈ 2 ആണ് അല്ലേ? അപ്പോൾ y1 പ്ലസ് y2ന് പകരം y പ്ലസ് 5 ബൈ 2 എന്ന് എഴുതി. ഇത്ര ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നോക്കിയാൽ നമുക്കിവിടെ ഈ മിഡ് പോയിന്റ് കിട്ടാൻ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് കോർഡിനേറ്റ് കിട്ടും. ശരിയല്ലേ? എക്സ് പ്ലസ് 3 ബൈ 2, അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിഡ് പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടും. ശരിയാണല്ലോ? ഇത് ചെയ്ത് കഴിഞ്ഞാലോ ഇവിടുത്തെ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടും അല്ലേ? ഇവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഏതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് 3 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 1 അല്ലേ? ഇനി y പ്ലസ് y ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 2 അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും അല്ലേ? എക്സ് പ്ലസ് 3 ബൈ 2 ഇത് ഏതിന് തുല്യമായിരിക്കും? 1 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 3 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ ആണല്ലോ? അതായത് എക്സ്, നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒന്ന് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇപ്പം എന്ത് വരും? എക്സ് പ്ലസ് 3 സീക്രട്ട്. പിന്നെ ഇവിടെ ഗുണിക്കാനൊന്നുമില്ല, 1 അല്ലേ? അതായത് എക്സ് പ്ലസ് 3 തന്നെ, വേറെ ഒന്നുമില്ല. 2 ഇൻറ്റു 1 2. അതായത് എക്സ് ഈ സീക്രട്ട് എന്ത് വരും? 2, ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ -3 സീക്വൽ ടു -1. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി -1. ഇനി ഇവിടെ നോക്കിയാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ കോർഡിനേറ്റ് കിട്ടും. വൈ കോർഡിനേറ്റ് ഇവിടെ 2 ആണ് അല്ലേ? അതായത് y പ്ലസ് 5 ബൈ 2 സീക്വൽ ടു എന്ത് കിട്ടും? ഇത് ചെയ്താൽ 2 കിട്ടണം അല്ലേ? 2 കിട്ടണം. അപ്പോൾ നമുക്ക് y പ്ലസ് 5 ഇവിടെ ചെയ്ത പോലെ തന്നെ ഒന്ന് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ഗുണിച്ച് നോക്കാം. അപ്പോൾ y പ്ലസ് 5 ഇൻറ്റു 1 അല്ലേ? സീക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ അതായത് 4. അപ്പോൾ y പ്ലസ് 5 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 4 മൈനസ് 5, ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ -5 അല്ലേ? സീക്വൽ ടു -1. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ നമുക്ക് -1 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ -1 അല്ലേ? അപ്പോൾ ഏതായിരിക്കും ഇവിടുത്തെ കോർഡിനേറ്റ്? -1, -1.
അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.